വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണല്ലോ വിജയേട്ടാ. കാരണം ട്രംപ് യുക്രൈൻ റഷ്യ യുദ്ധം നിർത്താനായിട്ട് അഹോരാത്രം പ്രയത്നിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയിൽ പോലും പല കാര്യങ്ങളുണ്ടായിരുന്നു. ഇലക്ഷൻ വാഗ്ദാനങ്ങളിൽ പോലും അദ്ദേഹം പറഞ്ഞത് റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തും, ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം നിർത്തും എന്നുള്ളതാണ്. ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഏകദേശം സക്സീഡായി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു 90% യുദ്ധം നിലച്ച മട്ടിൽ തന്നെയാണ്. ഇനി റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പേരിലുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. കാരണം അമേരിക്കയ്ക്ക് ഗുണമാണ് റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും ഇന്ത്യക്കും അത് ഗുണകരമാണ് എന്നുള്ളതാണ്. ഈ റഷ്യ യുക്രൈൻ യുദ്ധം നിർത്താനായിട്ട് ട്രംപ് തയ്യാറെടുക്കുമ്പോൾ അതിന് അദ്ദേഹം ഒരു രൂപരേഖയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. നിയുക്ത പ്രസിഡന്റ് ആയിരുന്നു ആ സമയത്ത് അദ്ദേഹം. ഇലക്ഷനിൽ വിജയിച്ച് അദ്ദേഹം ചുമതല ഏറ്റെടുത്തില്ല. ആ നിയുക്ത രേഖ നാറ്റോ അംഗീകരിക്കുമോ എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുമുള്ളൊരു ചർച്ച ആ സമയത്ത് ഉണ്ടായിരുന്നു. നമ്മളടക്കം അത് ചർച്ച ചെയ്തതാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിക്കുന്നു. അതിന്റെ ഇടയിൽ കൂടെ തന്നെ യൂറോപ്പിനെ വളരെയധികം അവഗണിക്കുകയാണ് ട്രംപ്. ഈ താരിഫുകൾ കൂട്ടുക, യൂറോപ്പിനെ നിശിതമായി വിമർശിക്കുക, UK വിമർശിക്കുക. പ്രത്യേകിച്ച് ട്രംപും ബ്രിട്ടനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ അതും ചർച്ച ചെയ്യുന്നതാണ്. കാരണം എലോൺ മസ്ക് എന്തോരം കാര്യങ്ങൾ പറഞ്ഞ് ബ്രിട്ടനെ പ്രതിരോധത്തിലാക്കിയെന്ന് നമുക്കറിയാം. ബ്രിട്ടനിലെ കെയർ സ്റ്റാർമർ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയെ എലോൺ മസ്ക് റുദർ ഗാങ്സിന്റെ പേര് പറഞ്ഞിട്ട്, പാകിസ്ഥാനികളുടെ പേര് പറഞ്ഞിട്ട്, കുടിയേറ്റത്തിന്റെ പേര് പറഞ്ഞിട്ട്, അഭയാർത്ഥികളുടെ പേര് പറഞ്ഞിട്ട്, പിന്നെ ഇപ്പോ ബംഗ്ലാദേശികളുടെ പേര് പറഞ്ഞിട്ട് എല്ലാം ഭയങ്കരമായിട്ട് കടന്നാക്രമിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. പോലെ തന്നെ യൂറോപ്പിലെ പല കാര്യങ്ങളും ട്രംപ് നിശിതമായി തുറന്ന് വിമർശിക്കുകയും യൂറോപ്പിന് ഇനി കാശ് കൊടുക്കില്ല എന്ന് പറയുകയും, നിങ്ങൾ ഉണ്ടാക്കി വെച്ച പല കാര്യങ്ങളും യുക്രൈൻ വിഷയത്തിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച, നിങ്ങളുടെ നാറ്റോ ഉണ്ടാക്കി വെച്ച പല കാര്യങ്ങൾക്കും നിങ്ങൾ തന്നെ കാശ് ചെലവാക്കിക്കൊള്ളൂ എന്ന രീതിയിലുള്ള നിലപാടുകളുമാണ് ട്രംപ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ കൊടുത്തൊരു വാർത്തയുണ്ട്. ചെർണോബിൽ വീണ്ടും ഒരു ഡ്രോൺ ആക്രമണം നടന്നു, റഷ്യയാണ് ആക്രമിച്ചതെന്ന് പറഞ്ഞു. അത് വലിയൊരു വാർത്തയായിരുന്നു. കാരണം ഒരു ആണവ നിലയത്തിൽ ഒരു ഡ്രോൺ വന്ന് ഇടിക്കുക, വലിയ തീപിടുത്തം ഉണ്ടാകുക എന്ന് പറഞ്ഞ വലിയ വാർത്തയാണ്. ഭാഗ്യത്തിന് അതിൽ നിന്നും അണുവികീരണം ഉണ്ടായില്ല. അതിനു മുമ്പേ ആ തീപിടുത്തം അവസാനിപ്പിക്കാൻ യുക്രൈന് സാധിച്ചു. പക്ഷെ ആ ഒരു വിഷയത്തെ ചുറ്റിപ്പറ്റി, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിന്റെ ചുവട് പിടിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വലിയൊരു നീക്കം എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ സൈന്യത്തെ അങ്ങോട്ടേക്ക് വിടാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഈ ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, സൈന്യത്തെ അവിടെ ഇറക്കി കഴിഞ്ഞാൽ, റഷ്യയുടെ യുദ്ധം യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിനെ വിട്ടിട്ട് യൂറോപ്യൻ കൺട്രീസുമായി എന്നുള്ള രീതിയിലേക്ക് വരും. സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ നാറ്റോയ്ക്ക് ഇടപെടേണ്ടി വരും. നമുക്കറിയാം, പോളണ്ടൊക്കെ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് റഷ്യ ആക്രമിക്കാനായിട്ട് മുതിർന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ തന്നെ അന്ന് ചർച്ച ചെയ്തതാണ്. കാരണം നമ്മളെ നരേന്ദ്രമോദി അന്ന് പോളണ്ടിൽ പോയിട്ട്, പോളണ്ട് യൂറോപ്പിന്റെ ഗേറ്റ് വേ ആണ്, നിങ്ങൾ നാറ്റോയ്ക്ക് വേണ്ടി അവരുടെ സൈന്യത്തിന് വേണ്ടി തുറന്നു കൊടുക്കില്ലെന്ന് മോദി അവരെ പറഞ്ഞ് മനസ്സിലാക്കി, അജിറ്റോവൽ മനസ്സിലാക്കി. അതിനുശേഷം യുക്രൈനിൽ വന്നു. അത് ഒരു സമാധാന ചർച്ചകൾക്കൊരു ശ്രമം ആ സമയത്ത് നടത്തിയതാണ്. അതുകൊണ്ട് പോളണ്ട് അന്ന് അതിന് ധൈര്യപ്പെട്ടില്ല. ഇപ്പോൾ യുക്രൈൻ വഴി ബ്രിട്ടീഷ് സൈന്യം ഇങ്ങോട്ടേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നാളെ സുപ്രധാനമായിട്ടുള്ള ഒരു യോഗം അവർ ചേരുന്നുണ്ട്. ആ യോഗം എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളും ഉണ്ട്. അതായത് ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, ഇറ്റലി, പോളണ്ട്, സ്പെയിൻ, നെതർലാൻഡ്, ഡെൻമാർക്ക് എന്നിങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാമായിട്ട് നാളെ അവരൊരു യോഗം ചേരുന്നുണ്ട്. ആ യോഗം ഏത് രാജ്യത്ത് വെച്ചാണ് എന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. പോരാത്തതിന് ഒരു കാര്യം കൂടെ ഉണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഈ കാര്യം ഞാൻ നിസ്സാരമായിട്ട് പറയുന്നതല്ല. അടിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അടിച്ചിരിക്കും എന്നാണ് കെയർ സ്റ്റാർമർ പറയുന്നത്. എന്ത് തോന്നുന്നു? ഈ വിഷയത്തിന് ഒരു അവസാനമില്ലേ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമല്ലോ. എന്താ തോന്നുന്നത്? അല്ല, ഈ ഒന്നാം ട്രംപിന്റെ കാലത്ത് തൊട്ടേ തന്നെ ഈ യൂറോപ്യൻ കൺട്രീസും അമേരിക്കയും തമ്മിൽ നല്ല അകൽച്ചയിലേക്ക് നീങ്ങി തുടങ്ങി. ബൈഡൻ വന്നതിന് ശേഷം ഈ അകൽച്ച കുറയ്ക്കാൻ അദ്ദേഹം കുറെ കാര്യങ്ങൾ ചെയ്തുവെങ്കിലും അത് പൂർണ്ണമായിട്ട് ഫലം കണ്ടില്ല. അപ്പോഴേക്കും ഈ അകൽച്ച ഏതാണ്ട് ഒരു നല്ല രീതിയിൽ വന്നിരുന്നു. പിന്നീട് രണ്ടാമത് വീണ്ടും ട്രംപ് അധികാരത്തിലേക്ക് വരുന്നു. ഇപ്രാവശ്യം വേറൊരു സംഭവം എന്ന് വെച്ചാൽ ട്രംപിന്റെ ശല്യം മാത്രമല്ല ഇപ്പോൾ ഉള്ളത്, മസ്കിന്റെ ശല്യം കൂടെ, എലോൺ മസ്കിന്റെ ശല്യം കൂടി ഇപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട്. അതാണ് അവരുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഒരു തലവേദനയായി മാറിയത്. ഒന്നാം ട്രംപിന്റെ കാലത്ത് ആ ഒരു പ്രശ്നമില്ലായിരുന്നു, ആ ഒരു ശല്യം ഇല്ലായിരുന്നു. അത് മാത്രവുമല്ല, ഈ ഫ്രാൻസുമായിട്ട് പോലും അവർ തെറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇവിടെയാണ് വീണ്ടും ഈ റഷ്യ ഉക്രൈൻ യുദ്ധം തീർക്കുന്നതിലേക്ക് വേണ്ടി ട്രംപ് വീണ്ടും ഇറങ്ങുന്നു. ഇവിടെ ഈ യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന രാജ്യങ്ങൾ, ഏതാണ്ട് 25 രാജ്യങ്ങളുണ്ട്, അവരെ ചൊടിപ്പിക്കുന്ന കാര്യം വേറൊന്നുമല്ല. ഇപ്പോൾ ഈ ഒരു കോംപ്രമൈസിന് പോയാൽ, ഇപ്പോൾ അവർ പറയുന്നത് ഈ സൗദിയിൽ വെച്ചിട്ട് പുടിനും ശ്രീമാൻ ട്രംപും തമ്മിൽ ഒരു ചർച്ച നടക്കുന്നു. അവിടെ ഈ സെലൻസ്കിയെ ക്ഷണിച്ചിട്ടില്ല. ഉക്രൈൻ ഇല്ലാതെ റഷ്യയും അമേരിക്കയും തമ്മിൽ ചർച്ച നടത്തുന്നു. അവിടെ റഷ്യയുടെ ഡിമാൻഡ്സ്, അതായത് റഷ്യ ഇതുവരെ ഉക്രൈന്റെ ഭാഗത്ത് നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള സ്ഥലം റഷ്യക്ക് വിട്ടുകൊടുക്കുകയും ഉക്രൈൻ നാറ്റോ സഖ്യത്തിൽ ചേർക്കാതിരിക്കുകയും, ഇങ്ങനെയൊക്കെ കുറെ റഷ്യയുടെ ഡിമാൻഡ്സുകളെല്ലാം അമേരിക്ക അംഗീകരിച്ചുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഏതായാലും ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പറയുന്നത്
ഇതിപ്പോഴിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളെ ഈ റഷ്യ, നേരത്തെ ധനുഷ് സൂചിപ്പിച്ചതുപോലെ, പോളണ്ട് അടക്കം അവർക്ക് പണ്ടേ നോട്ടമുള്ള സ്ഥലങ്ങളാണ്. അത് മാത്രവുമല്ല, ഈ പറയുന്ന റഷ്യ പഴയ USSRന്റെ പല ഭാഗങ്ങളും നാറ്റോയുടെ ഭാഗമായിട്ടുള്ള ചില രാജ്യങ്ങളുമുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഇവർ കടന്നു കയറും. അവർ വന്നു കഴിഞ്ഞാൽ നാളെ അത് റഷ്യക്ക് അതൊരു വലിയ സഹായകരമാകും. റഷ്യക്ക് സഹായകരമായ നിലപാടാണെന്നാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറയുന്ന കാര്യം, ഞങ്ങള് ഉക്രൈനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ തക്ക കപ്പാസിറ്റി ഇപ്പൊ ഞങ്ങൾക്ക് ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ബോൾ ഇപ്പോഴും അമേരിക്കയുടെ കോർട്ടിൽ തന്നെയാണ്. അത് കഴിഞ്ഞ ദിവസം സെലൻസ്കി ഓപ്പൺ ആയിട്ട് പറഞ്ഞു. സെലൻസ്കി പറഞ്ഞത്, അമേരിക്ക കൈവിട്ടാൽ ഞങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോകും. കാരണം യുദ്ധത്തിന് വലിയ ഒരു ഫണ്ട് ആവശ്യമാണ്, പണം ആവശ്യമാണ്. അതിപ്പം നിലവിൽ നൽകാൻ പൈസ ഉള്ളവൻ എന്ന് പറഞ്ഞില്ലെങ്കിൽ പണം നൽകാൻ കപ്പാസിറ്റി ഉള്ള ആരാന്ന് ചോദിച്ചാൽ അത് അമേരിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞത്, ഞങ്ങൾ എന്തും തയ്യാറാണ്, പക്ഷെ ഞങ്ങൾക്ക് ഇനി അവർക്ക് കൂടുതൽ പണം കൊടുക്കാനായിട്ട്, എനിക്ക് തോന്നുന്നത് 203 ബില്യൺ അങ്ങാണ്ടാണ് UK ഉക്രൈന് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇനി അത് കൂട്ടാനൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ല. പക്ഷെ ഞങ്ങൾ 2030 വരെ പൈസ കൊടുക്കുന്നത് തുടരും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ ആലോചിക്കും. പക്ഷെ ഞങ്ങളുടെ സൈന്യത്തെ വിട്ടുകൊടുക്കും എന്നാണ് UK പറയുന്നത്. ഇതിന്റെ ഒരു സമാന അവസ്ഥയിലാണ് ജർമ്മനി ആയാലും ഫ്രാൻസ് ആയാലും. ഫ്രാൻസ് മാക്രോണും മസ്കും തമ്മിലുള്ള അടി പൊരിഞ്ഞടിയാണ്. അത് കണ്ണി കണ്ട അടി എന്ന് പറഞ്ഞാൽ ആ രീതിയിലേക്ക് പോകുന്ന സാധനമാണ്. അപ്പൊ പിന്നെ അതും പുള്ളിയാണ് ഇപ്പൊ നാളെ യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇതാണ് അവസ്ഥ. പക്ഷെ ഇവിടെ ട്രംപ് സ്വീകരിക്കുന്ന ഒരു നയം, എനിക്ക് തോന്നുന്നത്, അദ്ദേഹം ഈ അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വലിയ പ്രാധാന്യം കൊടുക്കുന്നത് അമേരിക്കയുടെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം മുൻപോട്ട് നീങ്ങുന്നത്. അത് സുസ്ഥിരമാക്കണം എന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വെറും താരിഫ് മാത്രം ഉയർത്തിക്കൊണ്ട് അമേരിക്കയുടെ ഈ ഒരു ഇതുണ്ടാകില്ല. കാരണം അവർക്ക് പഴയതുപോലെ വളരെ ഈസി ആയിട്ട് ട്രേഡിംഗ് നടക്കണം. അവരുടെ രാജ്യത്തേക്ക് പലയിടത്തും കാര്യങ്ങൾ പോകണം, അവരുടെ രാജ്യത്തേക്ക് പലയിടത്തും കാര്യങ്ങൾ എത്തണം. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ വെറും കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. പക്ഷെ 2 രാജ്യങ്ങളല്ല. ഈ 2 രാജ്യങ്ങളുടെയും നിഴലിൽ ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും 2 ചേരിയോ 3 ചേരിയോ കുറുമുന്നണിയോ ഒക്കെ ആയി രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ ഒരു ഭാഗത്ത് നോക്കാമെങ്കിൽ ഇന്ത്യ, ചൈന, റഷ്യ, ഇറാൻ എന്നൊരു അച്ചുകൊണ്ട് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. നേരെ നോക്കിയാൽ നമുക്ക് ഇതിൽ കാണാൻ കഴിയില്ല. അങ്ങനെ ഇതിന്റെ ചേരികൾ മാറിയും തിരിഞ്ഞും ഒക്കെയാണ്. ചിലപ്പോൾ നോക്കുമ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും റഷ്യയുമായിട്ടുള്ള ടൈംസിലാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ നോക്കുമ്പോൾ, കാരണം ഇവിടെ എല്ലാവരും ബാർഗൈനിങ് കപ്പാസിറ്റി ഉള്ള കൺട്രീസ് ആയി മാറുകയാണ്. അതായത് എല്ലാവർക്കും വേണ്ട സാധനം പൈസയാണ്. അപ്പം ബിസിനസിന് വേണ്ടി, ട്രേഡിങ്സിന് വേണ്ടി എല്ലാവരും ബാർഗൈൻ കപ്പാസിറ്റി ഉള്ള രാജ്യങ്ങളായി മാറുമ്പോൾ ഇവിടെ അമേരിക്ക എങ്ങനെയെങ്കിലും ഈ യുദ്ധം തീർത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ ഇന്ത്യയുമായിട്ട് തന്നെ ആ ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ, റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തിയിട്ട് അമേരിക്കയുടെ കയ്യിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങണമെന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും ഇന്ത്യ ചെവിക്കൊള്ളാനുള്ള യാതൊരു സാധ്യതയും നിലവിൽ കാണുന്നില്ല. എങ്കിൽ പോലും ഇതൊക്കെ പറയാനുണ്ടായ സാഹചര്യം അമേരിക്കയുടെ സാമ്പത്തികമായ ഒരു പവർ വീണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിനെ എല്ലാവരും സൂചിപ്പിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാൻ പ്രയാസകരമായിരിക്കും. പകരം ഇങ്ങനെയുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകളിലൂടെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. ഇനി രണ്ടാമതൊരു വലിയ കാര്യമുണ്ട് അമേരിക്കയെ സംബന്ധിച്ച് ഉക്രൈന്റെ ഏതാണ്ട് പകുതി കൂടുതൽ സ്ഥലവും അമേരിക്കക്കാരുടെയാണ്. അമേരിക്ക അത് പലപ്പോഴായിട്ട് എഴുതി മേടിച്ചിട്ടുള്ള സ്ഥലമാണ്. അതായത് അവിടെ സുഗമമായി അമേരിക്കയ്ക്ക് ബിസിനസ് നടത്തണമെങ്കിൽ, അതായത് ലോകത്തിലെ തന്നെ ഈ ഖനി വ്യവസായം, ഇരുമ്പുരുക്കിന്റെ ഖനി വ്യവസായത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്ന ഉക്രൈനാണ്. അവിടുന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഉരുക്കിന് ഭയങ്കര ഡിമാൻഡാണ്. ഇതെല്ലാം കണ്ണുവെച്ചുകൊണ്ടാണ് ഈ കാലാകാലങ്ങളിൽ അമേരിക്ക ഇവരെ സഹായിച്ചതും പലപ്പോഴായിട്ട് ഇവരുടെ സ്ഥലം എഴുതി മേടിച്ചിട്ടുള്ളതും ഒക്കെ. ഇല്ലെങ്കിൽ അവരുടെ ഏരിയ പതുക്കെ എല്ലാം അമേരിക്കയുടെ ആയിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ച് അവിടെ ട്രേഡിങ്, ഈ ബിസിനസ് നടക്കണമെങ്കിലും ഈ യുദ്ധം ഇല്ലാതിരിക്കണം. യുദ്ധമില്ലാതെ പോകണം, സമാധാനത്തിൽ പോയി കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് അവിടുന്ന് അവരുടെ ബിസിനസ് നടക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, റഷ്യയുമായിട്ട് ഒരു വാറിലേക്ക് പോയാൽ, അല്ലെങ്കിൽ ഒരു തർക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ട്രംപ് മുൻപോട്ട് വെക്കുന്ന കാര്യങ്ങളെല്ലാം തകിടം മറിയും. ഇതിനിടയിലാണ് ബ്രിക്സ് ഉച്ചകോടി. നമുക്കറിയാം റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പൊ 3ാമത്തെ വർഷമാകാൻ പോകുന്നു. ഇതിനിടയിൽ 2 തവണ നമ്മൾ ബ്രിക്സ് ഉച്ചകോടി ചേർന്നു. രണ്ടാമത്തെ ബ്രിക്സ് ഉച്ചകോടി പുടിൻ ഒരു ബ്രിക്സ് നാണയം, ഒരു നോട്ടിന്റെ പടമൊക്കെ കാണിക്കുകയുണ്ടായി. ഇതുമൊക്കെ അമേരിക്കയെ സംബന്ധിച്ച് ഭീതിപ്പെടുത്തുന്ന കാര്യം തന്നെ. അവർ പുറമേ പറയും ബ്രിക്സിനകത്തൊക്കെ ഒപ്പിട്ട് ഞങ്ങൾ അത് ചെയ്ത് പറഞ്ഞാലും അവരെ ഭയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഒപ്പം തന്നെ ഈ യുദ്ധത്തിൽ ഒരു ചേരിയിൽ നിൽക്കുന്ന ബ്രസീൽ അടക്കമുള്ള ഈ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിൽ ഒരു വല്ലാത്ത ഒരു അടുപ്പമുണ്ട്. നാറ്റോയ്ക്ക് ബദലാണ് ഈ ബ്രിക്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ യുദ്ധം മുൻപോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യയൊക്കെ സംബന്ധിച്ച് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ലാഭകരമാണ് ഈ യുദ്ധം. കാരണം ഈ നമുക്ക് ഓയിൽ വാങ്ങാൻ പറ്റുന്നതൊക്കെ ആയിട്ട് ഇതൊക്കെ അമേരിക്കയെ ബാധിക്കുന്ന കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ട്രംപ് പറയുന്നിടത്ത് എല്ലാം നമ്മൾ ഒപ്പിട്ട് കൊടുക്കുകയും വാങ്ങുകയും നമ്മൾ ചെയ്യില്ല.
അപ്പം അവിടെ യുദ്ധം അവസാനിച്ച സ്വാഭാവികമായും റഷ്യയുടെ എണ്ണയ്ക്ക് വില കൂട്ടും. അപ്പോൾ ഈ ആഗോളതലത്തിൽ എണ്ണയുടെ ഡിമാൻഡ്സിന് അല്ലെങ്കിൽ അതിന്റെ വിലയ്ക്ക് വ്യത്യാസം വരും. ഇതാണ് പുള്ളി നോക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ട്രേഡിങ്സിന്റെ കാര്യമാണ്. ഇപ്പോൾ തന്നെ ട്രേഡിങ്സ് ഈ യുദ്ധം മൂലം പല യൂറോപ്യൻ കൺട്രീസിലെ ഷിപ്പുകൾ പലയിടത്തും കറങ്ങിത്തിരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഉക്രൈന്റെ പോർട്ടിൽ നിന്ന് ഷിപ്പുകൾ ഷിപ്മെന്റ് നടന്നിട്ട് തന്നെ നാളുകളേറെ. കാരണം ഉക്രൈന്റെ പോർട്ടുകൾ ഏറെക്കുറെ റഷ്യൻ സേന പിടിച്ചെടുത്ത് കഴിഞ്ഞിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഈ ട്രേഡിങ്സ് ഒന്നും നടക്കുന്നില്ല. ഇനി ഇവിടെ ഉള്ള വലിയ ഈ ഉക്രൈനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉക്രൈനും പോളണ്ടിനെ സംബന്ധിച്ച് ഈ മിഷൻ ഇഞ്ചിനുകൾ ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യ പോലും ഉക്രൈന്റെ കയ്യിൽ നിന്ന് ഇഞ്ചിനുകൾ വാങ്ങുന്നുണ്ട്. വിമാനത്തിനും മറ്റും ആവശ്യമായിട്ടുള്ള നമ്മുടെ പല ആയുധങ്ങൾക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഇഞ്ചിനുകൾ. ഇപ്പൊ ഈ ഇഞ്ചിനുകൾ ഉണ്ടാക്കാനുള്ള ഉരുക്ക് പോലും ഇവർക്ക് പുറം രാജ്യത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട സാഹചര്യമാണ്. ആ ഇറക്കുമതി പോലും അവിടെ നടക്കുന്നില്ല. കാരണം ഈ പോർട്ടുകൾ സുരക്ഷിതമല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്ക നിൽക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ മുൻപ് ഇതേപോലെ ഇരുന്ന് ചർച്ച ചെയ്തതിനകത്ത് അന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ടായിരുന്നു. അന്ന് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നിരുന്നില്ല. ഡൊണാൾഡ് ട്രംപ് വരുമോ ഇല്ലയോ എന്ന് അറിയുകയുമില്ലായിരുന്നു. പക്ഷെ നരേന്ദ്രമോദി ഈ പോളണ്ടിൽ പോയിട്ട് ഒരു സമാധാനത്തിന്റെ ഒരു ചർച്ചയുടെ ഭാഗത്തേക്ക് വന്നപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് വന്നൊരു ഡിമാൻഡ്, അന്ന് ഈ ട്രംപും അതിന് അനുകൂലമായിരുന്നു. അന്ന് ട്രംപ് പ്രസിഡന്റ് അല്ല, പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന ഒരാൾ മാത്രമല്ല. അന്ന് അത് എല്ലാവരും അംഗീകരിച്ചൊരു കാര്യമുണ്ടായിരുന്നു. അതായത് ഈ റഷ്യയുടെയും ഉക്രൈന്റെയും ഇടയിൽ ഒരു 800 കിലോമീറ്റർ പ്രദേശം രണ്ടു കൂട്ടർക്കും അല്ലാതെ അവിടെ അമേരിക്കയ്ക്ക് കൂടി അവരുടെ ഒരു പെട്രോളിംഗ് ഉൾപ്പെടെ, അതായത് അവരുടെ നിരീക്ഷണ സംവിധാനം ഉൾപ്പെടെ ഒരു പ്രദേശമാക്കി മാറ്റുക. ഉക്രൈൻ പിടിച്ചെടുത്ത ഭാഗങ്ങൾ ഉക്രൈന് കിട്ടുക, റഷ്യ പിടിച്ചെടുത്തത് റഷ്യക്ക് ഇരിക്കുക എന്നൊരു പോളിസിയായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അത് ഏറെക്കുറെ നല്ലൊരു കാര്യം കൂടെ ആയിരുന്നു. അത് ഉക്രൈനും എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ താല്പര്യമുള്ള കാര്യമാണ്. ഇപ്പോൾ ഇതിനകത്ത് ഒരു വിഷയങ്ങൾ ഇതാണ്. അപ്പോൾ ഈ സ്വാഭാവികമായി തന്നെ ട്രംപ് ഇതൊന്നും ചെയ്തില്ലെങ്കിലും ട്രംപ് റഷ്യയുമായിട്ട് ഇപ്പോൾ ഈ ചർച്ചകളൊന്നും നടന്നില്ലെങ്കിൽ പോലും UK-യും ഫ്രാൻസും ജർമ്മനിയും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ട്രംപ് വന്നതിന് ശേഷം ഇവർ രണ്ടും രണ്ട് ധ്രുവത്തിലാണ്. അതിപ്പോ തുടങ്ങിയ ഉടക്കല്ലത്. ഒന്നാം ട്രംപിന്റെ കാലത്തെ തുടങ്ങി വെച്ച കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ തന്നെ അതിന്റെ കുറച്ചുകൂടെ മൂർധന്യാവസ്ഥയിലേക്ക് പോയി. കാരണം ഇപ്പോൾ ട്രംപ് ഒരു കാര്യം പറയും, അതിന്റെ രണ്ടിരട്ടിയാണ് എലോൺ മസ്ക് പറയുന്നത്. എലോൺ മസ്കിനെ കുറിച്ച് പറയുന്നത് ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ നിയമമൊന്നും പാലിക്കാതെ പുള്ളി അങ്ങ് തോന്നുന്നങ്ങ് മേയുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ചില സമയത്തൊക്കെ നമുക്ക് തോന്നുന്നു ട്രംപ് ആണോ മസ്ക് ആണോ പ്രസിഡന്റ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മുൻപോട്ട് പോകുന്നത്. ഇതിൽ ചിലതൊക്കെ നമുക്കും ഗുണകരമാണ്. ഇപ്പോൾ അവരുടെ US എയ്ഡ് നിർത്തലാക്കി, $29 മില്യൺ ഫണ്ട് സഹായം നിർത്തലാക്കി. നമ്മുടെ മാധ്യമങ്ങൾ 21 മില്യൺ നമ്മുടെ മാധ്യമങ്ങൾക്ക് അടക്കം കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറെ നല്ല കാര്യങ്ങളുമുണ്ട്. ഇപ്പൊ നിലവിൽ അവിടെയുള്ള പ്രശ്നം ഇതാണ്. ഇത് രമ്യതപ്പെട്ട് പോവുക, അല്ലെ രമ്യതപ്പെടുത്തി പോവുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇതിനെ ഒന്ന് ട്രംപ് ഉദ്ദേശിക്കുന്ന ഒരുപക്ഷെ ലോകത്തിന്റെ സമാധാനം ഒന്ന് പുലർന്നാല് അവരുടെ ബിസിനസ് പച്ചപിടിക്കാൻ കഴിയും അമേരിക്കയ്ക്ക്. അതാണ് ആരുമായിട്ട് വലിയ തർക്കത്തിന് പോകാതെ. ഒപ്പം തന്നെ ഇന്ത്യയൊക്കെ ചിലപ്പോൾ ഈ റഷ്യ പിന്നെ ക്രൂഡ് ഓയിലിന് വില കൂട്ടും. അപ്പൊ ഇന്ത്യ വില അവിടെ നിന്ന് എണ്ണ എടുക്കുന്നത്. ഇങ്ങനെ കുറെ കണക്കൂട്ടൽ പുള്ളിക്കും കാണും. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് പോകുന്നത്. ഏതായാലും ഇത് രൂക്ഷമായ രീതിയിലുള്ള തർക്കമായി മാറുന്നു. നാറ്റോ സഖ്യത്തിൽ വിള്ളൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായത് ഏറെ സന്തോഷിപ്പിക്കുന്നത് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആയിരിക്കും. അത് അവർക്ക് കുറച്ചുകൂടി മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയും. ഒപ്പം തന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വലിയ രീതിയിൽ തന്നെ കയറ്റുമതി അടക്കം നടത്താൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കും അത് വലിയ സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം അവർക്കിടയിലുള്ള വിള്ളൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ബ്രിക്സ് രാജ്യങ്ങളിലെ കെട്ടുറപ്പ് എന്ന് നമ്മൾ അതിന്റെ ഒരു മറുഭാഗം കൂടി നമ്മൾ പറയേണ്ടി വരും. ഇവിടെ ഒരു കെട്ടുറപ്പ് ഉണ്ടാകുകയും അവിടെ ഒരു വിള്ളൽ സംഭവിക്കുകയും ചെയ്താൽ ലോകത്തിന്റെ തന്നെ ഇപ്പോഴുള്ള രാഷ്ട്രീയ ഭൂപടം ആകെ മാറിമറിയും, ജിയോ പൊളിറ്റിക്സ് ആകെ മാറിമറിയും, എല്ലാം മാറിമറിയും. അത് തന്നെയാണ് ഒരുപക്ഷെ അതിലേക്കായിരിക്കാം പോകുന്നത്. ഏതായാലും ട്രംപ് സൗദിയിൽ പുടിനുമായി നടത്തുന്ന ചർച്ച എന്താകും, എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇന്നൊരു ചർച്ച ആരും പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിതമായിട്ടാണ് സൗദിയിൽ വെച്ച് ചർച്ച നടക്കാൻ പോകുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നത്. താങ്ക് യു ബിജുട്ടാ. താങ്ക് യു സോ മച്ച്.